എന്തിനായിരുന്നു അയ്യപ്പ സംഗമം നടത്തിയത് എന്ന ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ്. ഓരോ ഘട്ടങ്ങളിലും പണം അടിച്ചു മാറ്റുവാനുള്ള വളരെ ശാസ്ത്രീയമായ ഈ കരുവന്നൂർ മോഡൽ തട്ടിപ്പിനെ പോലെ വളരെ ശാസ്ത്രീയമായി ഇത് നടപ്പിലാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഒരു കാരണം ഞാൻ ധാരാളമുണ്ട്. ഞാൻ എന്നാലും ഒരു കാര്യം കൂടി ജനങ്ങളുടെ ഒരു അറിവിലേക്കായി പറയാം. ഈ പറയുന്ന 19 എണ്ണത്തിൽ ഹെഡിൽ 15ലും ഈ ക്രമക്കേട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഓഡിറ്റർ എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ജോയിന്റ് മെഷർമെന്റ് ഷീറ്റിലും അതേപോലെ തന്നെ BOQലും പറഞ്ഞിട്ടുള്ള 150 ബെഡിൽ 100 ഉള്ളൂ. ബെഡ് വരെ അടിച്ചു മാറ്റി 50 ഇല്ല എന്ന് അതിനകത്ത് കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നിട്ട് അതിന്റെ കണക്കും എഴുതി വെച്ചിട്ടുണ്ട്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് 24 ലക്ഷം എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ഒരു കണക്കും ഇല്ല എന്നും കൃത്യമായി ഇത്ര ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ പണവും എങ്ങനെ അടിച്ചു മാറ്റാം. അത് സബ് കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോൾ സബ് കോൺട്രാക്ടർ കൊടുക്കുന്ന ഇതിന്റെ ബില്ല്, പിന്നെ GSTയുടെ കണക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1,07,54,000 ഒരു 54,140 രൂപ ഇതാണ് GST അടയ്ക്കേണ്ടത്. പക്ഷേ അടച്ചേക്കണതും കണക്ക് വന്നേക്കണതും വെറും 45,000 രൂപ. ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തുമ്പോൾ ഒരു മാന്യത വേണ്ടേ? ബെഡ് തൊട്ട് GST വരെ സകലതും പറ്റിച്ചിരിക്കുന്നു ഇതിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം വ്യക്തമായി കാണിക്കുന്നത് ഈ അയ്യപ്പ സംഗമം തട്ടിപ്പിന് വേണ്ടി നടത്തിയിട്ടുള്ളതാണ്. ഇതുവരുടെ ആദ്യത്തെ കാര്യമല്ല. നമുക്കറിയാം, വയനാട് ഈ മരിച്ച ആളുകളുടെ ബോഡി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് 2.76 കോടി രൂപ എന്ന് കണക്കെഴുതിയ ഒരു സ്ഥാപനവും സർക്കാരുമാണ് കേട്ടോ. മരിച്ച ആളുകളുടെ ബോഡി കുഴിച്ചിടാൻ 2,76,00,000 എന്ന് ജനങ്ങളെ കുഴിച്ചിട്ടത്. അവിടെ സേവാഭാരതിയും അതുപോലെ തന്നെ ഒരുപക്ഷെ DYFIയും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ചേർന്ന ചെയ്തത്. ഒരൊറ്റ പൈസ സർക്കാർ പലപ്പോഴും കൊടുത്തിട്ടില്ല. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് 2 കോടി എഴുതിയിട്ട് സർക്കാരാണ്. അപ്പൊ ഡെഡ് ബോഡി വരെ വിൽക്കുന്ന സർക്കാർ, അയ്യപ്പനെ വിൽക്കുന്ന സർക്കാർ. തട്ടിപ്പാണല്ലേ? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്.